ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനിയുള്ള ഒരു മണിക്കൂറിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ സമഗ്രമായി വേഗത്തിൽ പരിശോധിക്കുകയാണ് നമ്മൾ. ആദ്യ വാർത്ത, നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട അതിജീവിതം നടത്തിയ കൂടിക്കാഴ്ചയുടെ വാർത്തയാണ്. അന്വേഷണത്തിലെ ആശങ്കകൾ മുഖ്യമന്ത്രിയെ നേരിട്ട് ബോധ്യപ്പെടുത്തിയ അതിജീവിത ഹൈക്കോടതിയിലെ ഹർജിക്ക് പിന്നിൽ ബാഹ്യ ഇടപെടലുകൾ ഇല്ലെന്നും അതിജീവിത വ്യക്തമാക്കി. അന്വേഷണം അട്ടിമറിക്കില്ലെന്നും സർക്കാർ ഒപ്പമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി അതിജീവിതയ്ക്ക് ഉറപ്പ് നൽകി. കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ DGPയെയും ക്രൈംബ്രാഞ്ച് ADGPയെയും വിളിച്ചു വരുത്തിയ മുഖ്യമന്ത്രി കേസന്വേഷണം കാര്യക്ഷമമാക്കാനുള്ള നിർദ്ദേശം നൽകി. അല്ലമീൻ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു. അല്ലമീൻ, ഈ കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ ആശങ്കകൾ അതിജീവിത അറിയിച്ചു? മുഖ്യമന്ത്രിയുടെ മറുപടി എന്തായിരുന്നു? നിവേദനം കൂടിക്കാഴ്ചയിൽ അതിജീവിത മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. അതിൽ പ്രധാനപ്പെട്ട ആവശ്യം കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ഉടൻ നിയമിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, തുടരന്വേഷണം ഉടൻ അവസാനിപ്പിക്കാൻ പാടില്ല. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച അഭിഭാഷകരെ ചോദ്യം ചെയ്യാനുള്ള നടപടി വേണമെന്നും മുഖ്യമന്ത്രിയോട് അതിജീവിത ആവശ്യപ്പെട്ടു. സർക്കാരിനെതിരെയല്ല താൻ ഹർജി നൽകിയത്, ആശങ്കകളുടെ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അക്കാര്യത്തിൽ ബാഹ്യ ഇടപെടലുകളില്ല, രാഷ്ട്രീയ സമ്മർദ്ദമില്ല, അത്തരം പ്രചരണങ്ങൾക്ക് മറുപടി നൽകാനുമില്ല. എന്നാൽ ഏതെങ്കിലും വിധത്തിലുള്ള ആശങ്ക വേണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രി മറുപടി നൽകിയത്. കേസിന്റെ തുടക്കം മുതൽ സർക്കാർ ഒപ്പമുണ്ട്, തുടർന്നങ്ങോട്ടും അതേ രീതി തന്നെയായിരിക്കും സ്വീകരിക്കുക. മറുപക്ഷത്ത് എത്ര ഉന്നതരായാലും ശക്തമായ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയിൽ തൃപ്തിയുണ്ടെന്നായിരുന്നു അതിജീവിതയുടെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ ഉറപ്പിൽ പ്രതീക്ഷയുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ മുഖ്യമന്ത്രി പോലീസ് മേധാവിയെയും ക്രൈംബ്രാഞ്ച് ADGPയെയും ചേംബറിലേക്ക് വിളിച്ചു വരുത്തി. അതിജീവിത ചൂണ്ടിക്കാണിച്ച ആശങ്കകൾ ഉദ്യോഗസ്ഥർ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രമല്ല, കേസന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നിർദ്ദേശവും മുഖ്യമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. ഉന്മേഷ്. അല്ലമീൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ വന്ന രാഷ്ട്രീയ പ്രതികരണങ്ങളിലേക്കാണ് ഇനി. അതിജീവിതയെ സംശയനിഴലിൽ നിർത്തിയിട്ടില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കേസിൽ തെറ്റായ ഒരിടപെടലും നടത്തിയിട്ടില്ലെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പരിഹാരമുണ്ടായാൽ സ്വാഗതം ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. മഹേഷ് ജോൺ മാത്യു വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മഹേഷ്, ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പുറത്തുവന്ന പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ എന്തൊക്കെ? ഉന്മേഷ്, ഇന്ന് വന്ന പ്രതികരണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണമായിരുന്നു. അതിജീവിതയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഹർജി വന്ന സമയത്താണ് വിമർശനം ഉന്നയിച്ചത്. പരാതിയുള്ള ആർക്കും മുഖ്യമന്ത്രിയെയും സംസ്ഥാന സർക്കാരിനെ സമീപിക്കാം, അതിന് പരിഹാരമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം തന്നെ LDF കൺവീനർ EP ജയരാജനും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ നടത്തി. തെറ്റായ ഇടപെടൽ താൻ നടത്തിയിട്ടില്ലെന്നും UDF ആണ് വ്യാജ പ്രചാരണം അഴിച്ചുവിടുന്നതെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതിജീവിത ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്ന് മുൻമന്ത്രി AK ബാലൻ വ്യക്തമാക്കി. പ്രതിക്ക് സഹായമാകുന്ന ഒരു രീതിയിലുള്ള ഇടപെടലും ഭരണമുന്നണിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ചെവിക്ക് പിടിച്ച് പുറത്താക്കുമെന്നും AK ബാലൻ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. അതേസമയം വലിയ വിമർശനങ്ങളുമായാണ് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയത്. അതിജീവിത ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ അതിജീവിതയെ അപമാനിച്ച മന്ത്രിമാരും നേതാക്കളും മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രശ്നപരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ അത് സ്വാഗതം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉന്മേഷ്. മഹേഷ് ജോൺ മാത്യു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടന്ന വ്യവഹാരത്തിലേക്ക്. നടിയാക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ കൂടുതൽ തെളിവുകൾ വിചാരണ കോടതിയിൽ ഹാജരാക്കി പ്രോസിക്യൂഷൻ. തെളിവുകൾ സമയമെടുത്ത് കോടതി പരിശോധിക്കണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. ദൃശ്യങ്ങൾ ചോർന്നത് പരിശോധിക്കണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം വിചാരണ കോടതി തള്ളുകയായിരുന്നു. അരുൺ രാജ് വിവരങ്ങളുമായി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. അരുൺ, വിശദാംശങ്ങൾ എന്തൊക്കെ? ഉന്മേഷ്, നടിയാക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചത്. ഇതിൽ വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞ 4 ദിവസമായി നടക്കുകയാണ്. പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ കൂടുതൽ തെളിവുകൾ ദിലീപിനെതിരെ ഇന്ന് സമർപ്പിച്ചു. ദിലീപിനെതിരെയുള്ള ശബ്ദരേഖകളായിരുന്നു പ്രധാനമായും പ്രോസിക്യൂഷൻ കോടതിയിൽ ഇത് സമർപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട കോടതി ഈ ശബ്ദരേഖകൾ പരിശോധിക്കുകയും ചെയ്തു. എന്നാൽ സമയമെടുത്തുകൊണ്ട് ഈ ശബ്ദരേഖകൾ പരിശോധിക്കണമെന്ന ആവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചതിനെ തുടർന്ന് കേസ് ഈ മാസം 31-ന് വീണ്ടും പരിഗണിക്കാനായി മാറ്റി. അതേസമയം തന്നെ കോടതിയിൽ ദൃശ്യങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി ഇപ്പോൾ തള്ളിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥൻ നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്നുള്ളതാണ് കോടതി നൽകിയിരിക്കുന്ന വിശദീകരണത്തിൽ പ്രധാനമായും പറയുന്നത്. ഈ കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ ഇഘട്ടത്തിൽ അനിവാര്യമല്ല. കാരണം ദൃശ്യങ്ങൾ ചോർന്നു എന്ന ഫോറൻസിക് ലാബിലെ ഉദ്യോഗസ്ഥനെ വിസ്തരിക്കുന്ന വേളയിൽ അദ്ദേഹം കോടതിയോട് പറഞ്ഞിട്ടില്ല. പിന്നീട് ഏത് സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തൽ വന്നതെന്നാണ് കോടതി ഈ ഹർജി ഡിസ്മിസ് ചെയ്തുകൊണ്ട് ഉള്ള ഓർഡറിൽ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടി
ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും നടി ആക്രമിച്ച കേസിൽ അടുത്ത ദിവസങ്ങളിൽ ഇനി പ്രോസിക്യൂഷന്റെ വാദത്തിന് കൂടാതെ പ്രതിഭാഗത്തിന്റെ മറുവാദവും കോടതിയിൽ നടക്കും. ഉന്മേഷ്. അരുൺ രാജാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മതവിദ്വേഷ പ്രസംഗ കേസിൽ PC ജോർജിനെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. മതസ്പർദ്ധ വളർത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് വിദ്വേഷ പ്രസംഗമെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ അയച്ചിരുന്നു. ഷഫീദ്, ജില്ലാ ജയിലിൽ നിന്ന് സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ടോ PC? മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ ഷഫീദ്? ഉന്മേഷ, രാവിലെ 8 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ PC ജോർജിനെ ഹാജരാക്കിയത്. വലിയ വാദപ്രതിവാദങ്ങളൊന്നും ചേംബറിനുള്ളിൽ നടന്നില്ല. പകരം പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ റിമാൻഡ് റിപ്പോർട്ട് മാത്രമാണ് മുന്നോട്ട് വെച്ചത്. റിമാൻഡ് റിപ്പോർട്ടിൽ PC ജോർജ് ഗൂഢാലോചന നടത്തി, 2 മതവിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഗൂഢാലോചനയാണ് ഈ പ്രസംഗം ആവർത്തിക്കാനുള്ള കാരണമെന്ന് ചൂണ്ടിക്കാണിച്ചു. അതേസമയം PC ജോർജിന്റെ അഭിഭാഷകനാകട്ടെ ഇക്കാര്യത്തിൽ പോലീസ് PC ജോർജിനെ വിടാതെ പിന്തുടരുന്നുവെന്നും അതേപോലെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള വാദം കോടതിക്ക് മുൻപാകെ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്നുള്ള കാര്യം പരിഗണിച്ചുകൊണ്ട് കോടതി 14 ദിവസത്തേക്കിന് PC ജോർജിനെ റിമാൻഡ് ചെയ്തു. ശേഷം PC ജോർജിനെ ആദ്യം തിരുവനന്തപുരം ജില്ലാ ജയിലിലേക്ക് മാറ്റി. എന്നാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് വൈകിട്ട് 5:30 അദ്ദേഹത്തെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. സെൻട്രൽ ജയിലിലെ ആശുപത്രി വാർഡിലേക്കാണ് PC ജോർജിനെ മാറ്റിയിട്ടുള്ളത്. അദ്ദേഹത്തിന് വൈദ്യസഹായം അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുകയാണ് ഇതിലെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി ജയിൽ വകുപ്പ് അടക്കം ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതേസമയം നാളെ ഇക്കാര്യത്തിൽ PC ജോർജിന് നിർണായകമാകും. നാളെ ഹൈക്കോടതി ഹർജിയിൽ ഒരു തീരുമാനമുണ്ടാകുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നാളെ PC ജോർജ് നിർണായകമാണ്. അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജിയിൽ എന്ത് തീരുമാനമെടുക്കും ഹൈക്കോടതി എന്നതാണ് അറിയേണ്ടത്. ഹൈക്കോടതി നാളത്തേക്ക് ജാമ്യാപേക്ഷ മാറ്റുകയായിരുന്നു. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിന് എതിരെയായിരുന്നു ഈ ഹർജി നൽകിയത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി VS രഞ്ജിത്താണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. രഞ്ജിത്ത്, നാളെ എപ്പോൾ ഈ ഹർജിയിൽ വിധിയുണ്ടാകും? ഉന്മേഷ്, നാളെ 1:45 ഹർജി പരിഗണിക്കുമെന്നാണ് ജസ്റ്റിസ് P ഗോപിനാഥിന്റെ ബെഞ്ച് വ്യക്തമാക്കിയത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ഈ ഹർജി പരിഗണിച്ചിരുന്നു. അത് പിന്നീട് 1:45 മാറ്റിവെച്ചു. 1:45 വീണ്ടും കോടതി ചേർന്നപ്പോൾ PC ജോർജിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചു. DGP TA ഷാജി ഹാജരായി പ്രോസിക്യൂഷന് വേണ്ടി. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് വിജയഭാനുവാണ് PC ജോർജിന് വേണ്ടി ഹാജരായത്. ഇന്ന് കോടതി നിർണായകമായൊരു ചോദ്യം ചോദിച്ചു. ഈ ഘട്ടത്തിൽ PC ജോർജിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ഈ കേസിലെ കുറ്റം വളരെ കൃത്യമല്ലേ? വീഡിയോയിൽ പകർത്തപ്പെട്ട ദൃശ്യങ്ങൾ ദൃശ്യവൽക്കരിക്കപ്പെട്ട കുറ്റമാണ്. അതിൽ കൂടുതൽ ചോദ്യം ചെയ്യുകയുടെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം കോടതി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെണ്ണല കേസിൽ PC ജോർജിനെ ഈ വിധി വരുന്നവരെ അറസ്റ്റ് ചെയ്യരുത് എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നാളെ 1:45 2 കേസുകൾ കൂടി ഒരുമിച്ച് പരിഗണിക്കും. തിരുവനന്തപുരം കേസിലെ ജാമ്യാപേക്ഷയും വെണ്ണല കേസിലെ ജാമ്യാപേക്ഷയും ഒരുമിച്ച് പരിഗണിക്കാം എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ആ ഘട്ടത്തിൽ DGP TA ഷാജിക്ക് എന്ത് കാര്യത്തിലാണ് കസ്റ്റഡി എന്ന കാര്യം വ്യക്തമാക്കാനുള്ള അവസരവും ഉണ്ടായിരിക്കും. VS രഞ്ജിത്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി പുറത്തു വന്ന പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ എന്തൊക്കെ നോക്കാം. PC ജോർജിന് എതിരെയുള്ള പോലീസ് നടപടി തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്ന് കോൺഗ്രസ്. CPIയും BJPയും PC ജോർജിനും തമ്മിലുള്ള നാടകമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. കേസ് ശരിയായ നടപടിയെന്ന് CPIM നിലപാടെടുത്തു. വിശദാംശങ്ങളുമായി ആദിൽ പാലോട് തിരുവനന്തപുരത്ത് ചേരുന്നു. ആദിൽ, ഈ വിഷയത്തിൽ ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ. മുൻ MLA PC ജോർജിനെ വർഗീയ വിദ്വേഷ പ്രസംഗ കേസിൽ അറസ്റ്റ് ചെയ്യുകയും പിന്നാലെ റിമാൻഡ് ചെയ്തതിനും പിന്നാലെ വലിയ രാഷ്ട്രീയ വാക്പോരിനാണ് ഇത് സംബന്ധിച്ച് വഴി തുറന്നിട്ടുള്ളത്. ഇതിലേറ്റവും പ്രധാനം മുഖ്യമന്ത്രിയുടേതാണ്. മുഖ്യമന്ത്രി വലിയ രൂക്ഷമായ വിമർശനം PC ജോർജിനെതിരെ തൃക്കാക്കരയിലെ പ്രചരണ പരിപാടിക്കിടെ പ്രസംഗത്തിനിടെ നടത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ വിദ്വേഷ പ്രസംഗ കേസിൽ കടുത്ത നടപടി കേരളത്തിലുണ്ടാകും. അതിൻ്റെ ടെസ്റ്റ് ഡോസ് മാത്രമാണ് PC ജോർജിനെതിരെയുള്ള നടപടി എന്ന് അദ്ദേഹം പ്രചരണ പരിപാടിക്കിടെ പറഞ്ഞു. മറ്റൊന്ന്, ഇതിൻ്റെ ഈ ചില വിടുവായന്മാർ നൽകുന്ന പ്രതികരണം കാട്ടി അത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചെലവിൽ ആക്കാമെന്ന് കരുതണ്ട BJP എന്നൊരു താക്കീത് കൂടി അദ്ദേഹം നടത്തുന്നു. മറ്റൊന്ന് പ്രതിപക്ഷത്തിൻ്റെ വാദമാണ്. പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത് BJPയും CPIയും PC ജോർജും തമ്മിലുള്ള ഒരു നാടകമാണ് ഇതൊക്കെ. ആദ്യം PC ജോർജിനെ ജാമ്യം നൽകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി PC ജോർജിനെ രക്ഷിക്കുകയാണ് സർക്കാർ ചെയ്തതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ഒപ്പം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറയുന്നത് ഈ വർഗീയ ശക്തികളുമായി സർക്കാർ സന്ധി ഉണ്ടാക്കി, മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ധി ഉണ്ടാക്കി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം BJPയുടെ ഭാഗത്തു നിന്നാണ്. BJP പറയുന്നത് ഈ അറസ്റ്റിനും റിമാൻഡിനും ഒക്കെ പിന്നിൽ തിരക്കഥയുണ്ട് എന്ന് സംശയിക്കുന്നു. വർഗീയ പ്രീണനത്തിന്റെ പരിണിത ഫലമാണ് ഇപ്പോഴുണ്ടായ അറസ്റ്റും റിമാൻഡും എന്നാണ് BJPയും ആരോപിക്കുന്നത്. ഇത്തരത്തിൽ വലിയ ആരോപണങ്ങൾ ഇതിനെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അടുത്ത വാർത്തയിലേക്ക് ലൈൻ ന്യൂസ് പോകുന്നു. ആലപ്പുഴയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ കൊണ്ട് വിദ്വേഷ മുദ്രാവാക്യം വിളിപ്പിച്ച സംഭവത്തിൽ ഗുരുതര കണ്ടെത്തലുകളുമായി പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. മുദ്രാവാക്യം വിളിക്കാൻ കുട്ടിക്ക് പരിശീലനം ലഭിച്ചു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. മനീഷ് മഹിബാൽ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. മനീഷ്, റിമാൻഡ് റിപ്പോർട്ടിൽ മറ്റെന്തൊക്കെ പരാമർശങ്ങൾ?
ഉന്മേഷ്, അതായത് മതസ്പർദ്ധാൻ വേണ്ടി പ്രതികൾ മനഃപൂർവ്വമായ ശ്രമം നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു മുദ്രാവാക്യം വിളിക്കാനുള്ള ട്രെയിനിങ് അടക്കം കൊടുത്തിട്ടുണ്ടെന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. നിലവിൽ ഈ അന്വേഷണത്തിൽ ഈ കുടുംബത്തിന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവർ തോപ്പുംപടി സ്വദേശികളാണ്. ഈ കുട്ടിയുടെ വീട് പള്ളുരുത്തിയിലാണ്. എന്താണെങ്കിലും ആ കുടുംബത്തിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള വിവരമാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്. അവർ ഒളിവിലാണെന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പോലീസിന് ഈ ഒരു വിഷയത്തിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം മാത്രം എല്ലാ അവകാശങ്ങളും കുട്ടിക്ക് നൽകി മാത്രമേ ആ കുറ്റത്തെ കണ്ടെത്താനും തുടർ നടപടികളിലേക്കൊക്കെ തന്നെ നീങ്ങാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള പരിമിതികൾ ഈ വിഷയത്തിലുണ്ട്. പക്ഷേ ഈ കേസിൽ ആലപ്പുഴയിൽ അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ് പുറത്തു വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അറസ്റ്റുകൾ അടുത്ത ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. PC ജോർജിന്റെ ഒരു അറസ്റ്റും ഒപ്പം തന്നെ ഈ മതവിദ്വേഷ പ്രസംഗത്തിന്റെ സമാന്തരമായി തന്നെ ഈ ഒരു വിഷയത്തിലും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നതിന് വലിയ വിമർശനം ഒരു ഭാഗത്ത് ഉയർന്നു വന്നിരുന്നു. അങ്ങനെയാണ് ആലപ്പുഴയിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ ഒരു വിഷയവും വലിയ രീതിയിൽ സർക്കാർ ഊർജിതമായിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങിയതും. മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. യുവനടിയെ പീഡിപ്പിച്ച കേസിൽ വിജയബാബുവിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന നാളത്തേക്ക് മാറ്റി. വിജയബാബു ആദ്യം കേരളത്തിലെത്തട്ടെയെന്നും രേഖകളെല്ലാം കോടതിക്ക് നൽകട്ടെയെന്നും സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുകയായിരുന്നു. മനീഷ് മഹിബാൽ തുടരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. മനീഷ്, ഇന്ന് കോടതിയിൽ എന്തൊക്കെ നടന്നു? നാളെ എപ്പോൾ ഹർജി പരിഗണിക്കും? ഉന്മേഷ്, അതായത് ഈ ഒരു മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കരുത് എന്ന് വലിയ ശക്തമായി തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ വാദിച്ചത്. വിജയബാബു നിയമത്തിൽ നിന്നും ഒളിച്ചോടിയ ആളാണ്. ഇയാൾക്ക് ഒരു തരത്തിലുമുള്ള കരുണയും കൊടുക്കേണ്ട ആവശ്യമില്ല. വിജയബാബുവിനെ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ആകും എന്നൊരു കാര്യമാണ് പ്രോസിക്യൂഷൻ ADGP മുഖേന കോടതിയിൽ അറിയിച്ചത്. എന്നാൽ പോലീസ് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നാട്ടിലെത്തിയാൽ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇടക്കാല ജാമ്യമെങ്കിലും നൽകണമെന്നായിരുന്നു കോടതി ആവശ്യപ്പെട്ടത്. ഈ ഇടക്കാല ജാമ്യത്തെ സംബന്ധിച്ച് പ്രോസിക്യൂഷനോടും ഒപ്പം തന്നെ പരാതിക്കാരിയോടും നിലപാട് അറിയിക്കാൻ കോടതി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നാളേക്ക് ഈ കേസ് മാറ്റിയത്. മുൻകൂർ ജാമ്യം പക്ഷേ നാളെ പരിഗണിക്കുകയും ചെയ്യുക. എന്നാൽ ഈ പോലീസിന്റെ മറ്റൊരു നീക്കം 30-ാം തീയതി രാവിലെ 9 മണിക്കാണ് വിജയബാബു കൊച്ചിയിലെത്തുക. കൊച്ചിയിലെത്തുന്ന വിജയബാബുവിന്റെ ജാമ്യം നിഷേധിച്ചാൽ ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. റെഡ് കോർണർ നോട്ടീസിന് ഇന്റർപോളിൽ നിന്നുള്ള അനുമതി ലഭിക്കാൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. കൊച്ചിയിൽ നിന്നും അടുത്ത വാർത്തയിലേക്ക്. തൊഴിൽ മേഖലയിലെ വനിതാ പങ്കാളിത്തം അവരുടെ കഴിവിന് അടുത്തുപോലുമില്ലെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. വിവിധ മേഖലകളിലുള്ള തടസ്സങ്ങൾ സ്ത്രീകൾ ഇപ്പോൾ മറികടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീകാന്ത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഈ വനിതാ സാമാജികരുടെ ദേശീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലായിരുന്നു രാഷ്ട്രപതിയുടെ പരാമർശങ്ങൾ. എന്തൊക്കെ വിഷയങ്ങൾ ഊന്നിയായിരുന്നു പ്രസംഗം? ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വനിതാ സാമാജികരുടെ ദേശീയ സമ്മേളനത്തിനിടെയായിരുന്നു അദ്ദേഹം സുപ്രധാനമായ ഈ ഒരു നിരീക്ഷണം നടത്തിയത്. അദ്ദേഹം പറയുന്നത് ശാസ്ത്രം, സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ്, ഗണിതശാസ്ത്രം തുടങ്ങിയ പരമ്പരാഗത പുരുഷാധിപത്യ മേഖലകളിൽ സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് എന്ന് നിരീക്ഷിച്ച ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന വന്നത്. ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന സ്ത്രീകൾക്ക് ഇത്തരം നേട്ടങ്ങൾ മുൻപേ തന്നെ ലഭിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് രാഷ്ട്രപതിയുടെ പരാമർശം. തൊഴിൽ മേഖലയിലെ സ്ത്രീകളുടെ അനുപാതം അവരുടെ കഴിവിൻ്റെ അടുത്തുപോലും എത്തുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന് മാറ്റം വരുത്താൻ ചിന്താഗതി തന്നെ മാറണമെന്നും അദ്ദേഹം ഇന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആരോഗ്യ പ്രവർത്തകരുടെ കാര്യത്തിൽ കേരളം എല്ലായ്പ്പോഴും വലിയ സംഭാവന നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സ്ത്രീകളുടെ പുരോഗതിയിലുള്ള തടസ്സങ്ങൾ നീക്കുന്നതിൽ കേരളം പതിറ്റാണ്ടുകളായി ഉജ്ജ്വല മാതൃകയാണെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. എന്തായാലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന്റെ നിരീക്ഷണം, രാഷ്ട്രപതിയുടെ നിരീക്ഷണം വളരെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. എസ് ശ്രീകാന്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അടുത്ത വാർത്തയിലേക്ക്. പോലീസിനെതിരെയുള്ള നടി അർച്ചന കവിയുടെ പരാമർശത്തിൽ വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു. SHO VS ബിജുവിന്റെ ഭാഗത്ത് തെറ്റുണ്ടായെന്ന് കണ്ടെത്തിയെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത്. കൊച്ചിയിൽ നിന്ന് രാഹുൽ സുരേഷ് വിവരങ്ങൾ വായിച്ചിരുന്നു. രാഹുൽ, എപ്പോൾ നടപടി പ്രതീക്ഷിക്കാം? ഉന്മേഷ്, രാത്രിയിൽ ഓട്ടോയിൽ സഞ്ചരിക്കവേ പോലീസിന്റെ ഭാഗത്തു നിന്നും മോശമായ പെരുമാറ്റം ഉണ്ടായി എന്നായിരുന്നു നടി അർച്ചന കവിയുടെ ആരോപണം. വിഷയത്തിൽ ആഭ്യന്തര അന്വേഷണം പൂർത്തിയായിരിക്കുകയാണ്. ആഭ്യന്തര അന്വേഷണത്തിൽ പോലീസുകാരന്റെ ഭാഗത്തു നിന്നും മോശമായ പെരുമാറ്റം ഉണ്ടായി എന്ന കണ്ടെത്തൽ ഉണ്ട്. ഇദ്ദേഹത്തിനെതിരെ വകുപ്പ് തല നടപടിക്കും മട്ടാഞ്ചേരി ACP ശുപാർശ ചെയ്യുന്നുണ്ട്. ഇന്നോ നാളെയോ ഇത്തരത്തിൽ ഈ നടപടി, വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു വ്യക്തമാക്കിയത്. സംസാരത്തിൽ കൂടുതൽ സംയമനം
പാലിക്കണമായിരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. തന്റെ ഭാഗത്തു നിന്നും തെറ്റായ നടപടി, ഒരു മോശമായ പെരുമാറ്റം ഉണ്ടായിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. എന്താണെങ്കിലും ഇന്നോ നാളെയോ വകുപ്പ് തല നടപടി ഉണ്ടായേക്കും. രാഹുൽ സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തൃക്കാക്കരയിൽ പരസ്യ പ്രചാരണം അവസാനിക്കാൻ 3 നാൾ മാത്രം ബാക്കി നിൽക്കെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി നേതാക്കൾ. PC ജോർജിനെതിരായ നടപടിക്ക് പിന്നാലെ വർഗീയ പ്രീണനം പരസ്പരം ആരോപിക്കുകയാണ് മുന്നണികൾ. അർജുൻ മട്ടന്നൂർ തൃക്കാക്കരയിൽ വിവരങ്ങൾ ചേരുന്നു. അർജുൻ, അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ വിഷയങ്ങൾ ഊന്നിയാണ് പ്രചാരണം? ഉന്മേഷ്, തൃക്കാക്കരയിൽ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അവസാനവട്ട പ്രചാരണത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. അതിജീവിതയുടെ പരാതി, അതുപോലെ തന്നെ അതിജീവിതയും മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയൊക്കെ തന്നെ മണ്ഡലത്തിൽ ചർച്ചയായിരുന്നു. അതിന് പിന്നാലെ PC ജോർജിനെതിരായ പോലീസ് നടപടിയും വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രി പൊതുയോഗത്തിൽ നടത്തിയ പ്രസംഗവും ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇടത് സ്ഥാനാർത്ഥിയായ ജോ ജോസഫിന്റെ ഭാര്യ ജോ ജോസഫിനെതിരായ വീഡിയോ പ്രചാരണത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. കടുത്ത സൈബർ ആക്രമണമാണ് നേരിടുന്നത് എന്നാണ് ജോ ജോസഫിന്റെ ഭാര്യയായ ദയ പാസ്കൽ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. ആരോഗ്യകരമായ സംവാദങ്ങൾ നടത്താൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നും ദയ പാസ്കൽ പറഞ്ഞു. പല വിഷയങ്ങളിൽ ഊന്നി പ്രചാരണം മുന്നോട്ട് പോകുന്നു. തൃക്കാക്കരയിൽ അർജുൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. CBIയുടെ ചോദ്യം ചെയ്യലിൽ കോഴ ആരോപണം കാർത്തി ചിദംബരം നിഷേധിച്ചു. ആദ്യ ദിവസത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. നാളെ വീണ്ടും ചോദ്യം ചെയ്യലുണ്ടാകും. വിശദാംശങ്ങൾ ബൽറാം നെടുങ്ങാട് ഡൽഹിയിൽ ചേരുന്നു. ബൽറാം, വിവരങ്ങൾ എന്തൊക്കെ? ഉന്മേഷ്, ഇന്ന് രാവിലെ CBI ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിനായി ഹാജരായ കാർത്തി ചിദംബരത്തെ വൈകിട്ട് 6 മണിവരെ ഏതാണ്ട് 9 മണിക്കൂറിലധികം CBI ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലിൽ കോഴ ആരോപണം കാർത്തി ചിദംബരം നിഷേധിക്കുകയാണ് ഉണ്ടായത്. പ്രാഥമിക ചോദ്യങ്ങളാണ് ഇന്ന് CBI ഉദ്യോഗസ്ഥർ ഉന്നയിച്ചത്. താൻ ഇത്തരത്തിൽ കോഴ ഇടപാട് നടത്തിയിട്ടില്ല, നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയും തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നീ കാര്യങ്ങളാണ് ചോദ്യം ചെയ്യലിൽ കാർത്തി ചിദംബരം ആവർത്തിച്ചത്. ഈ കേസ് പ്രധാനമായും ഈ ചൈനീസ് പൗരന്മാർക്ക് വിസ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട അധികാര ദുർവിനിയോഗം, അഴിമതി തുടങ്ങിയ കാര്യങ്ങളാണ് CBI അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഏറെ മുന്നോട്ട് പോകും എന്ന് കാർത്തി ചിദംബരം പ്രതീക്ഷിക്കുന്നില്ല. കാരണം നിലവിലെ കേന്ദ്രമന്ത്രിയിലേക്ക് വരെ കേസ് ഘടിപ്പിച്ചാൽ അന്വേഷണം നീളുന്ന സാഹചര്യമുണ്ടാകും. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസ് ഇതേ കേസിലെ തന്നെ പണ ഇടപാടുമായി ബന്ധപ്പെട്ടാണ്. ഈ കേസിൽ കാർത്തി ചിദംബരം CBI പ്രത്യേക കോടതിയെ സമീപിച്ച് അറസ്റ്റിൽ നിന്നും പരിരക്ഷ ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ അനുകൂലമായ തീരുമാനം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. മെയ് 30. അടുത്ത വാർത്തയിലേക്ക്. വാഗമൺ ഓഫ് റോഡ് റേസ് കേസിൽ നടൻ ജോജു ജോർജ് ഇടുക്കി RTOയ്ക്ക് മുന്നിൽ ഹാജരായി. ചൊവ്വാഴ്ച രഹസ്യമായാണ് ജോജു ജോർജ് ഇടുക്കി RTO ഓഫീസിലെത്തിയത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നത് ശ്യാം ആർ ബാബുവാണ്. ശ്യാം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ജോജു അതീവ രഹസ്യമായി ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച RTOയുടെ മുൻപാകെ ഹാജരാകിയായിരുന്നു. അദ്ദേഹത്തിന് നേരത്തെ തന്നെ RTO നിർദ്ദേശം നൽകിയിരുന്നതാണ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്നാൽ ആ സമയത്ത് ഹാജരാകാൻ ജോജു തയ്യാറായില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ ലൈസൻസ് റദ്ദാക്കുന്ന നടപടിയിലേക്ക് RTO കടക്കുകയുണ്ടായി. ഇതിനിടെയാണ് അതീവ രഹസ്യമായി ചൊവ്വാഴ്ച ജോജു ഹാജരായത്. ജോജു ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഇത് നിയമവിരുദ്ധമായി, ഇത് അനുമതി ഇല്ലാതെ നടക്കുന്ന ഒരു ഓഫ് റോഡ് റേസ് ആണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് താൻ ഈ പരിപാടിയിൽ പങ്കെടുത്തത്. 2, ഇതൊരു എസ്റ്റേറ്റിന് ഉള്ളിലാണ് സംഘടിപ്പിച്ചത് ഈ പരിപാടി. അതുകൊണ്ട് തന്നെ ആർക്കും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഈ 2 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായും ജോജു ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മൊഴി പരിശോധിച്ച ശേഷം മറ്റ് നടപടിയിലേക്ക് കടക്കും എന്നാണ് RTO അറിയിച്ചിരിക്കുന്നത്. ശ്യാമാർ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. അടുത്ത വാർത്തയിലേക്ക്. മംഗളൂരു മലാലി ബദ്രിയ ജുമാ മസ്ജിദിനുമേൽ ഹിന്ദു സംഘടനകൾ അവകാശവാദം ഉന്നയിച്ച സംഭവത്തിൽ കോടതിയെ സമീപിച്ച് മസ്ജിദ് കമ്മിറ്റി. തർക്കഭൂമിയിൽ വർഷങ്ങളായി പള്ളി സ്ഥിതി ചെയ്യുന്നു എന്നതിന്റെ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുമെന്ന് മസ്ജിദ് കമ്മിറ്റി അറിയിച്ചു. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി കാസർഗോഡ് ചേരുന്നു. അരുൺ, എന്താണ് മസ്ജിദ് കമ്മിറ്റിയുടെ നിലപാട്? ഉന്മേഷ്, മംഗളൂരുവിലെ മലാലി ബദ്രിയ ജുമാ മസ്ജിദിനുമേൽ ഹിന്ദു സംഘടനകൾ അവകാശവാദം ഉന്നയിച്ച സംഭവത്തിലാണ് ഇപ്പോൾ നിയമ നടപടിയുമായി മസ്ജിദ് കമ്മിറ്റി മുന്നോട്ട് പോകുന്നത്, അതായത് കോടതിയെ സമീപിക്കുന്നത്. ഈ തർക്കം നിലനിൽക്കുന്ന ഭൂമിയിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പള്ളിയാണ് സ്ഥിതി ചെയ്തിരുന്ന എന്ന തരത്തിലുള്ള തെളിവുകൾ അവരുടെ കയ്യിലുണ്ട്. അത് കോടതിയിൽ സമർപ്പിക്കുമെന്നതാണ് മസ്ജിദ് കമ്മിറ്റി ഘട്ടത്തിൽ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പള്ളിയുടെ പുനർനിർമ്മാണം തടസ്സപ്പെടുത്തരുത് എന്നൊരു വാദം മസ്ജിദ് കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നുണ്ട്. ജൂൺ
ജൂൺ 3-നാണ് ഈ കേസ് മംഗളൂരുവിലെ ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. അതേസമയം തന്നെ ഈ നിലവിൽ തർക്കമുള്ള ഭൂമിയിൽ പുരാതന കാലങ്ങളിൽ ക്ഷേത്രമാണ് ഉണ്ടായിരുന്നത്, അതിൻ്റെ തെളിവുകളാണ് കണ്ടെത്തിയതെന്ന വാദം ഹിന്ദു സംഘടനകൾ ആ വാദത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് VHPയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രത്യേക പൂജ ഉൾപ്പെടെ നടത്തിയിരുന്നു. എന്തായാലും ഒരു സംഘർഷ സാധ്യത, ഒരു തർക്ക സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം അരുൺ വിവരങ്ങൾ നൽകുകയായിരുന്നു. അടുത്ത വാർത്തയിലേക്ക്. കൊലക്കേസ് പ്രതിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ മഞ്ചേശ്വരം MLA പങ്കെടുത്തതിനെ ചൊല്ലി വിവാദം. പെരളയിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് അബ്ദുൾ ജബ്ബാറിനെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ടാം പ്രതി അബ്ദുള്ള കുഞ്ഞുയുടെ മകളുടെ വിവാഹ ചടങ്ങിലാണ് AK അഷ്റഫ് MLA പങ്കെടുത്തത്. ഇതിപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണല്ലോ അരുൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, 2009-ൽ കാസർഗോഡ് പെർളയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ അബ്ദുൾ ജബ്ബാറിൻ്റെ കൊലക്കേസിലെ രണ്ടാം പ്രതി, CPM പ്രവർത്തകനായിട്ടുള്ള രണ്ടാം പ്രതിയുടെ മകളുടെ കല്യാണത്തിനാണ് കഴിഞ്ഞ ഞായറാഴ്ച ഈ മഞ്ചേശ്വരം MLA AK അഷ്റഫ് പങ്കെടുത്തത്. ഇതാണ് വലിയ വിവാദത്തിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുന്നത്. അതായത് ഈ വിവാഹ ചടങ്ങുകളുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇതേ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ വ്യാപകമായി, ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായി ഈ സമൂഹ മാധ്യമങ്ങളിൽ MLAക്കെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. അതിനു പിന്നാലെ ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വവും ഈ MLAയുടെ നടപടിക്കെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. MLAയുടെ നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല, പ്രവർത്തകരുടെ വികാരം ഉൾപ്പെടെ ഉൾക്കൊണ്ടുകൊണ്ട് ഇത് UDF നേതൃത്വത്തിന്റെ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തും, യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നാണ് യൂത്ത് കോൺഗ്രസ് അറിയിക്കുന്നത്. എന്തായാലും ജില്ലയിലെ UDFൽ ഉൾപ്പെടെ ഒരു ഭിന്നതാ സ്വരം ഉടലെടുക്കുന്ന ഒരു വിഷയമായി ഇത് മാറിയിട്ടുണ്ട്. എന്തായാലും MLAയുടെ പ്രതികരണം വിശദാംശങ്ങൾ നൽകിയത്. കണ്ണൂർ വിമാനത്താവളത്തിൽ സ്വർണ്ണവേട്ട. കണ്ണൂർ വിമാനത്താവളം വഴി അനധികൃതമായി കടത്താൻ ശ്രമിച്ച 658 ഗ്രാം സ്വർണ്ണം പിടികൂടി. സജോ ദേവസ് ചേരുന്നുണ്ട്. സജോ, എങ്ങനെയായിരുന്നു ഈ സ്വർണ്ണക്കടത്ത്? എത്ര പേർ പിടിയിലായിട്ടുണ്ട്? ഉന്മേഷ്, കണ്ണൂർ വിമാനത്താവളം കടത്ത് സംഘങ്ങൾ ലക്ഷ്യമാക്കുന്നു എന്ന പൊതുവായ വിലയിരുത്തലുണ്ട്. സമീപകാലത്ത് തന്നെ പിടിക്കപ്പെടുന്ന കേസുകളുടെ എണ്ണവും കണ്ണൂർ വിമാനത്താവളത്തിൽ വർദ്ധിച്ചിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് DRAയും കസ്റ്റംസും സംയുക്ത പരിശോധന നടത്തിയത്. 30 ലക്ഷം രൂപ മൂല്യമുള്ള 658 ഗ്രാം സ്വർണ്ണമാണ് പിടികൂടിയത്. അതിൽ ഒരു ഭാഗം ശുചിമുറിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്, അതായത് പിടിയിലാകും എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ശുചിമുറിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത്. ബാക്കി ഭാഗം കർണാടക സ്വദേശിയിൽ നിന്നുമാണ് പിടികൂടിയത്. ഇദ്ദേഹത്തെയും വിശദമായി ചോദ്യം ചെയ്യുകയാണ്. അതായത് ഈ കടത്ത് സംഘങ്ങൾ കണ്ണൂർ വിമാനത്താവളത്തെ ഒരു പ്രധാന കടത്ത് വഴിയായി, മാർഗമായി സ്വീകരിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമായി വിലയിരുത്തപ്പെടുന്നത് ഒരേ സമയം കേരളത്തിലേക്കും കർണാടകയിലേക്കും റൂട്ടുകൾ ഓപ്പണാണ് എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ്. മറ്റിടങ്ങളിൽ, അതായത് കരിപ്പൂരിലോ അതല്ലെങ്കിൽ കൊച്ചിയിലോ ഒക്കെ പിടിക്കപ്പെടുന്ന സ്വർണ്ണത്തിന്റെ അളവ് വെച്ച് പരിശോധിക്കുമ്പോൾ കണ്ണൂരിൽ അത്രത്തോളം കടത്ത് സ്വർണ്ണങ്ങൾ പിടിക്കപ്പെട്ടിരുന്നില്ല. പക്ഷേ പുതിയ സാഹചര്യത്തിൽ അങ്ങനെയല്ല എന്നൊരു വിലയിരുത്തലുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ വിശദമായ പരിശോധനകൾ വരും ദിവസങ്ങളിലും ഉണ്ടാകും എന്നാണ് DRAയും കസ്റ്റംസും കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ദേശീയതലത്തിൽ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. സർവകലാശാല ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ ഒഴിവാക്കാൻ ബംഗാൾ സർക്കാർ. ഗവർണർക്ക് പകരം മുഖ്യമന്ത്രിയെ ചാൻസലറാക്കാനാണ് ബംഗാൾ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ അയച്ചിരുന്നുണ്ട്. ബൽറാം, എപ്പോൾ ഈ നിയമ ഭേദഗതി ഉണ്ടാകും, ബിൽ അവതരണം ഉണ്ടാകും? ഉന്മേഷ്, കാലങ്ങളായി തന്നെ ബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഗവർണർ ജഗ്ദീപ് ധങ്കറും തമ്മിലുള്ള പോര് രൂക്ഷമാണ്. അതിനിടെയാണ് കടുത്ത നടപടിയിലേക്ക് ബംഗാൾ സർക്കാർ കടന്നിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലുള്ള 17 സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ മാറ്റാനും ആ പദവി മുഖ്യമന്ത്രിക്ക് നൽകാനുമാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായുള്ള നിയമനിർമ്മാണം, നിലവിലെ നിയമത്തിലെ ഭേദഗതി ഉടൻ തന്നെ നിയമസഭയിൽ കൊണ്ടുവരും എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ അതിന്റെ തീയതി ഉൾപ്പെടെയുള്ളവ തീരുമാനമുണ്ടാകും. എന്തായാലും ഈ തീരുമാനം പ്രാബല്യത്തിൽ വരണമെങ്കിൽ ഗവർണറുടെ അനുമതി ആവശ്യമാണ് എന്ന ശ്രദ്ധേയമായ ഒരു സാഹചര്യവും നിലവിലുണ്ട്. കഴിഞ്ഞ ജനുവരിയിലാണ് സംസ്ഥാനത്തെ സർവകലാശാലയിലെ വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട സർക്കാരും ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായത്. ആ ഒരു ഘട്ടത്തിൽ തന്നെ ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ മാറ്റുന്ന കാര്യം തങ്ങൾ ആലോചിക്കുന്നുവെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. അക്കാര്യത്തിലാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തൃശൂരിലേക്ക്. ഷിഗല്ല വൈറസ് ബാധ തൃശൂരിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥിക്കാണ് രോഗബാധ. ശ്രുതിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രുതിത്ത്, ഇതിന്റെ പശ്ചാത്തലത്തിൽ എന്തൊക്കെ മുന്നറിയിപ്പുകൾ ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്?
ഉന്മേഷ തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന വിദ്യാർത്ഥിക്കാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വിദ്യാർത്ഥി വളരെ സുരക്ഷിതനായ രീതിയിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് ആരോഗ്യവകുപ്പ് ഇന്ന് വൈകിട്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല ഈ ഹോസ്റ്റലിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കുട്ടികളെ മുഴുവൻ 40ഓളം കുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് നിരീക്ഷണത്തിലാണ് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവരോട് ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രോഗബാധ തടയാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ വിദ്യാർത്ഥി ഇപ്പോൾ ചികിത്സയിലുള്ളത് തൃശൂർ മെഡിക്കൽ കോളേജിലാണ്. ഒരാഴ്ച മുമ്പാണ് ചികിത്സ തേടിയത് എന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. സുർജിത്ത് ഇപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര സർക്കാർ എടുത്ത പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്കാണ് ഇനി വാഹനങ്ങളുടെ ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ ജൂൺ 1 മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരും. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, ഏത് തരത്തിലാണ് ഈ നിരക്ക് വർധന? ഉന്മേഷ്, കോവിഡിനെ തുടർന്ന് ഏർപ്പെടുത്തിയ മൊറട്ടോറിയത്തിന്റെ കാലാവധി പൂർത്തിയായ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇൻഷുറൻസ് പ്രീമിയം നിരക്കുകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒരു വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. നിലവിൽ ഇറക്കിയ വിജ്ഞാപനം അനുസരിച്ച് 1000 cc വരെയുള്ള കാറുകളുടെ ഇൻഷുറൻസ് 2072 രൂപയിൽ നിന്നും 2094 രൂപയായി ഉയരും. 1000 cc മുതൽ 1500 cc വരെ 3221 രൂപയായിരുന്നത് 3416 രൂപയായി ഉയർന്നിട്ടുണ്ട്. 1500 cc മുകളിലുള്ള കാറുകൾക്ക് 7897 രൂപയിൽ നിന്നും 7890 രൂപയായി കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങളുടെ തേർഡ് പാർട്ടി ഇൻഷുറൻസിന്റെ പ്രീമിയം 75 cc വരെയുള്ള വാഹനങ്ങൾക്ക് 538 രൂപ എന്നും 75 cc മുതൽ 150 cc വരെ 714 രൂപ, 150 cc മുതൽ 350 cc വരെ 1366 രൂപ എന്നിങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ബസ്സുകൾക്ക് 15% ഇളവ് ഈ പ്രീമിയം തുകയിൽ ലഭിക്കും. ഇതുകൂടാതെ ഇലക്ട്രിക് വാഹനങ്ങൾക്കും ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങൾക്കും 15%, 7.5% ഇളവുണ്ടാകും. ഈ മാസം മുതൽ തന്നെ, ജൂൺ മുതൽ തന്നെ ഇത് പ്രാബല്യത്തിൽ വരും. ഈ തീരുമാനത്തിൽ ഈ ഇലക്ട്രിക് വാഹനങ്ങളെ അടക്കം പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു സർക്കാർ നയത്തിന്റെ സ്പർശം കൂടി കാണാൻ കഴിയുന്നു അല്ലേ ബൽറാം? തീർച്ചയായും ഇലക്ട്രിക്കൽ വാഹനങ്ങൾ, ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു നയം കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. സ്ക്രാപ്പിംഗ് പോളിസിയിൽ ഉൾപ്പെടെ ഇക്കാര്യം സംബന്ധിച്ചുള്ള കൃത്യമായ നയങ്ങൾ സർക്കാർ രൂപീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ തുടർച്ചയായി തന്നെ പുതിയ ഈ ഇൻഷുറൻസ് നിരക്കിൻ്റെ കാര്യത്തിലും വർദ്ധിപ്പിക്കുന്ന ഘട്ടത്തിലും ഈ ഇലക്ട്രിക് വാഹനങ്ങൾ, ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയ്ക്ക് അനുകൂലമായ തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് 15%, ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് 7% ഇളവുണ്ടാകും എന്നാണ് സർക്കാർ ഈ കേന്ദ്ര ഗതാഗത മന്ത്രാലയം ഇറക്കിയ സർക്കുലറിലും വിജ്ഞാപനത്തിലും വ്യക്തമാക്കുന്നത്. എന്തായാലും തുടർന്നുള്ള സർക്കാർ നയങ്ങളിൽ ഉൾപ്പെടെ ഈ ഇലക്ട്രിക് വാഹനങ്ങളെയും ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങളെയും പ്രോത്സാഹിപ്പിക്കാനുള്ള നയം ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ വിജ്ഞാപനത്തിലൂടെ വ്യക്തമാകുന്നത്. നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലൈൻ ന്യൂസ് അടുത്ത വാർത്തയിലേക്ക്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ അമേരിക്കയിൽ ഏർപ്പെടുത്തിയ ആരോഗ്യ അടിയന്തരാവസ്ഥ ജൂലൈ 15 അവസാനിക്കുകയാണ്. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര വിവരങ്ങൾ അയച്ചിരുന്നുണ്ട്. മധു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യ പരിരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ ഇൻഷുറൻസ് ആണ് ഈ ജൂലൈ 15 അവസാനിക്കുന്നത്. ഇത് നീട്ടുന്ന കാര്യത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് സൂചനകളൊന്നും വന്നിട്ടില്ല. ഇത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 50 ലക്ഷം മുതൽ 1.5 കോടി ജനങ്ങൾക്ക് വരെ ആരോഗ്യ പരിരക്ഷണം അവസാനിക്കുകയാണ്. ഇത് ഏറെ പേരെ പ്രതിസന്ധിയാക്കും. അതുകൊണ്ട് തന്നെ US ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വാർത്തകൾ ഉടൻ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അല്ലെങ്കിൽ ഈ പ്രതിസന്ധി ഒരു വലിയ പ്രശ്നമായിട്ട് അമേരിക്കയിൽ മാറും. ഉന്മേഷ്. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അടുത്ത വാർത്തയിലേക്ക്. പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിനെ കൊലപ്പെടുത്തിയ കേസിൽ വയനാട്ടിൽ വിരമിച്ച SIയുടെ വീട്ടിൽ പരിശോധന. റിട്ടയർഡ് SI സുന്ദരന്റെ കേടിച്ചിറ കോളേരിയിലെ വീട്ടിലാണ് പരിശോധന നടന്നത്. ദീപക് മറിയം വിവരങ്ങൾ വായിച്ചിരുന്നു വയനാട്ടിൽ നിന്ന്. ദീപക്, ഈ പ്രതിക്ക് റിട്ടയർഡ് SIയുടെ സഹായം ലഭിച്ചു എന്നാണ് ആരോപണം. സാധൂകരിക്കുന്ന തെളിവുകൾ വല്ലതും കിട്ടിയോ? ഉന്മേഷ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് നിലമ്പൂരിൽ നിന്നുള്ള അന്വേഷണ സംഘം കോളേരിയിലേക്ക് എത്തിയത്. ആദ്യം വീട്ടിൽ കടക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല, വീട് പൂട്ടിയിട്ടതായിരുന്നു. പിന്നീട് സുന്ദരന്റെ ഭാര്യയെ വിളിച്ചു വരുത്തിയ ശേഷമാണ് പോലീസിന് അകത്ത് കടക്കാനും പരിശോധന നടത്താനും സാധിച്ചിട്ടുള്ളത്. വീടിനകത്ത് നിന്ന് സുന്ദരൻ ഉപയോഗിച്ചിരുന്ന 2 ഡയറികൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് അത്തരത്തിലൊരു നീക്കം പോലീസ് നടത്തിയിരിക്കുന്നത്. നിലമ്പൂർ SIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയ്ക്ക് എത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ വഴിവിട്ട ചില നിയമസഹായങ്ങൾ ഷൈബിൻ
അഷ്റഫിന് വേണ്ടി റിട്ടയർഡ് SI ആയിട്ടുള്ള സുന്ദരൻ നടത്തി എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സാധൂകരിക്കുന്ന മൊഴികൾ മറ്റു പ്രതികളിൽ നിന്നുകൂടി പോലീസിന് കിട്ടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ആരോപണം വന്നതിന് പിന്നാലെ റിട്ടയർഡ് SI ആയിട്ടുള്ള സുന്ദരൻ ഒളിവിൽ പോയതാണ്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇതിനോടകം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ അദ്ദേഹത്തിനെ കൂടി പിടികൂടുന്നതോടുകൂടി കേസിൽ ഷൈബിൻ അഷ്റഫിനെതിരെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് നിലവിൽ അന്വേഷണ സംഘം വെച്ചു പുലർത്തുകയും ചെയ്യുന്നത്. ദീപക് മലയമ്മയാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അടുത്ത വാർത്തയിലേക്ക്. വീട്ടു സാധനങ്ങളും വളർത്തുമൃഗങ്ങളുമായി കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് പ്രതീകാത്മക അഭയാർത്ഥി പലായന മാർച്ച് നടത്തി സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി. പദ്ധതി പ്രദേശത്ത് നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളെ അണിനിരത്തിയായിരുന്നു ഈ പ്രതിഷേധം നടന്നത്. സിനോജ് തോമസ് കോഴിക്കോട് നിന്ന് ചേരുന്നു. സിനോജ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, കോഴിക്കോട് ജില്ലയുടെ വടക്കേ അതിർത്തിയായ അഴിയൂർ മുതൽ തെക്കേ അതിർത്തിയായ ഫറോക്ക് വരെയുള്ള പ്രദേശങ്ങളിൽ, അതായത് നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതി കടന്നുപോകുന്ന പ്രദേശത്തെ ജനങ്ങളാണ് കളക്ടറേറ്റിലേക്ക് മാർച്ചായി വന്നത്. വെറും കൈയോടെയല്ല അവർ വന്നത്. അവർ കിടക്കാൻ ഉപയോഗിക്കുന്ന പായും ബെഡും ഒപ്പം തന്നെ വീട്ടിൽ വളർത്തുന്ന ആട്, കോഴി ഉൾപ്പെടെയുള്ള വളർത്തു മൃഗങ്ങളുമായാണ് അവർ കളക്ടറേറ്റിലേക്ക് മാർച്ചായി വന്നത്. ഒരുപക്ഷെ ഈ പദ്ധതി വന്നു കഴിഞ്ഞാൽ ഇതേ മാതൃകയിൽ തന്നെ കുടിയൊഴിപ്പിക്കപ്പെടുമെന്നാണ് സമരക്കാർ പറയുന്നത്. ഇതിനു മുൻപും കളക്ടറേറ്റ് കേന്ദ്രീകരിച്ച് സമാനമായ രീതിയിൽ സമരം നടത്തിയിരുന്നു. വരും ദിവസങ്ങളിലും സമരവുമായി ശക്തമായി മുന്നോട്ട് പോകുമെന്നും ഈ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറും വരെ സമരം തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വലിയ ശക്തിയോടുകൂടി സമരം നടക്കുന്ന ജില്ലയാണ് കോഴിക്കോട്. കാട്ടൽപ്പിടിയിൽ സമരം 600 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. നിലവിൽ സർവേക്കല്ല് സ്ഥാപിക്കുന്നതിൽ നിന്ന് സർക്കാർ പിന്മാറിയിട്ടുണ്ട്. പക്ഷേ GPS സർവേയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തെത്തി കഴിഞ്ഞാൽ തടയുമെന്നാണ് ഇപ്പോഴും തുടരുന്നു എന്നാണ് സിനോജ് റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത വാർത്തയിലേക്ക്. ചെന്നൈയിൽ BJP നേതാവ് ബാലചന്ദ്രനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 4 പേർ പിടിയിൽ. സേലം എടപ്പാടിയിൽ വെച്ചാണ് ഇവരെ പിടികൂടിയത്. വിശദാംശങ്ങൾ മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്നു. മനേഷ്, ഈ കൊലപാതകത്തിന് പിന്നിൽ എന്താണെന്ന് വ്യക്തമായിട്ടുണ്ടോ ഇപ്പോൾ പോലീസിന് ഇവരെ പിടിച്ചതോടെ? ഉന്മേഷ്, ഈ ചിന്താതിരിപ്പെട്ട് സ്വാമിനായകർ തെരുവിലെ സഹോദരങ്ങളായ പ്രദീപ്, സഞ്ജയ്, അവരുടെ സുഹൃത്ത് കലൈവാണൻ, അതുപോലെ തന്നെ ഇവരെ ഒളിവിൽ താമസിപ്പിച്ച സേലം എടപ്പാടി സ്വദേശി ജ്യോതി എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. പോലീസ് നേരത്തെ തന്നെ ഈ പ്രതികളെ തിരിച്ചറിഞ്ഞിരുന്നു. മാത്രമല്ല ഇന്നലെ അവരുടെ ഫോട്ടോകൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഇത്തരത്തിൽ ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നത്. പോലീസ് ഇവരുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേറ്റ് ചെയ്തിട്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും മുൻവൈരാഗ്യമാണ് ഇദ്ദേഹത്തെ ഈ ബാലചന്ദ്രനെ കൊല്ലാനുള്ള ഒരു കാരണമായി പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മേഖലയിൽ ഗുണ്ട പിരിവും മറ്റുമായി കാര്യമായി ഉള്ള അതിക്രമങ്ങൾ നടത്തി വന്നിരുന്ന ആളുകളാണ് ഈ പ്രതികൾ. ഇവർ ബാലചന്ദ്രന്റെ ബന്ധുവിന്റെ കടയിൽ നിരന്തരമായി ശല്യം ചെയ്യുകയും പണം വാങ്ങുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ ബാലചന്ദ്രൻ പരാതി നൽകുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന്റെ വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും 4 പേർ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവരെ ഇപ്പോൾ 1000 ലൈറ്റ്സ് പോലീസ് ചെന്നൈയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്നും. അടുത്ത വാർത്ത കോഴിക്കോട് നിന്നാണ്. തിരുവണ്ണൂരിൽ ജീവനക്കാർക്ക് ഭക്ഷ്യവിഷബാധയേറ്റതിനെ തുടർന്ന് മലബാർ സ്പിന്നിംഗ് മില്ലിലെ ക്യാൻറ്റീൻ പൂട്ടിച്ചു. രാവിലെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച 20 പേർക്കാണ് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. സുധിഷ ധർമ്മൻ വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. സുധിഷ, വിശദാംശങ്ങൾ എന്തൊക്കെ? ഉന്മേഷ്, ഇന്ന് രാവിലെ സ്പിന്നിംഗ് മില്ലിലെ തന്നെ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ച തൊഴിലാളികൾക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത്. 20ഓളം തൊഴിലാളികളെ ഫറൂഖിലെ ESI ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ ആരുടെയും തന്നെ നില ഗുരുതരമല്ല എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ക്യാൻറ്റീനിൽ പരിശോധന നടത്തി. ഇവിടെ നിന്നുള്ള സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ക്യാൻറ്റീൻ അടച്ചുപൂട്ടുന്നുള്ള നടപടികളിലേക്ക് ഭക്ഷ്യസുരക്ഷാ വിഭാഗം കടന്നു. ഇനി ഇവിടെ പരിശോധന നടത്തി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച ശേഷം മാത്രമേ ഈ ക്യാൻറ്റീൻ തുറന്ന് പ്രവർത്തിക്കാനാകൂ എന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. ഉന്മേഷ്, സുധിഷ ധർമ്മനാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്രത്തിൽ 8 വർഷം പൂർത്തിയാക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ പരാജയങ്ങൾ തുറന്നു കാണിക്കുന്ന റിപ്പോർട്ട് കാർഡ് പുറത്തുവിട്ട് കോൺഗ്രസ്. 8 വർഷം 8 തട്ടിപ്പുകൾ മോദി സർക്കാർ പരാജയപ്പെട്ടു എന്ന പേരിലാണ് ഈ റിപ്പോർട്ട് കാർഡ്. വിവരങ്ങളുമായി ബൽറാം തുലങ്കാട് ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, വിശദാംശങ്ങൾ. ഉന്മേഷ്, കേന്ദ്ര സർക്കാരിന്റെ 8ാം വാർഷിക ആഘോഷങ്ങൾക്കുള്ള വിപുലമായ പദ്ധതികൾ BJP തയ്യാറാക്കുന്നതിനിടെയാണ് കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങൾ അടങ്ങുന്ന റിപ്പോർട്ട് കാർഡുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമായും കേന്ദ്ര സർക്കാർ തികഞ്ഞ പരാജയമാണെന്നും സാമ്പത്തികം, കാർഷികം, വിദേശനയം, മതസൗഹാർദ്ദം അടക്കമുള്ള സമസ്ത മേഖലകളിലും മോദി സർക്കാർ പരാജയപ്പെട്ടു എന്നും ആരോപിക്കുന്നതാണ് ഈ റിപ്പോർട്ട് കാർഡ്. തൊഴിലില്ലായ്മ, സാമ്പത്തിക പ്രതിസന്ധി, വിലക്കയറ്റം തുടങ്ങിയ ദുരിതങ്ങൾ മാത്രമാണ് ഈ 8 വർഷങ്ങൾ രാജ്യത്തെ ജനങ്ങൾക്ക് സമ്മാനിച്ചത്. അച്ഛാ ദിൻ എന്ന വാഗ്ദാനം നൽകി വന്ന മോദി സർക്കാർ ആർക്കും ഒന്നും നൽകിയില്ല എന്നും ദുരിതങ്ങൾ മാത്രമാണ് ജനങ്ങൾക്ക് സമ്മാനിച്ചത് എന്നും രാജ്യത്ത് നേട്ടമുണ്ടായത് കോർപ്പറേറ്റുകൾക്ക് മാത്രമാണ് എന്നുമാണ് രൺദീപ് സിംഗ് സുർജേവാലയും അജയ് മാക്കനും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ രാജ്യത്ത് 8 വർഷങ്ങൾക്കുള്ളിൽ 3400ഓളം വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായി. ഈ സംഘർഷങ്ങളെ വോട്ടാക്കി മാറ്റാനുള്ള തന്ത്രമാണ് BJPയും
കേന്ദ്ര സർക്കാരും മെനയുന്നത് എന്നും അത്തരത്തിലുള്ള നേട്ടങ്ങൾ മാത്രമാണ് രാജ്യത്ത് ഉണ്ടായിരിക്കുന്നത്. ഈ 8 വർഷം കൊണ്ട് BJPക്കും കോർപ്പറേറ്റുകൾക്കും മാത്രമാണ് നേട്ടമുണ്ടായത് എന്നുമാണ് ഈ റിപ്പോർട്ട് കാർഡ് പുറത്തുവിട്ടുകൊണ്ട് കോൺഗ്രസ് ആരോപിക്കുന്നത്. വരും ദിവസങ്ങളിൽ രാജ്യവ്യാപകമായി തന്നെ ഈ റിപ്പോർട്ട് കാർഡ് മുന്നോട്ട് വെച്ച് പ്രചരണം നടത്താനാണ് കോൺഗ്രസിന്റെ പദ്ധതി. ഉന്മേഷ്. ബൽറാം, ഒപ്പം ഈ മോദി സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടികൾക്ക് തിങ്കളാഴ്ച തുടക്കമാവുകയാണല്ലോ. സ്വാഭാവികമായും അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണല്ലോ അല്ലേ ഈ കോൺഗ്രസ് ഇപ്പോൾ നിലപാട് വ്യക്തമാക്കുന്നത്? തീർച്ചയായും ഉന്മേഷ്, വിപുലമായ പദ്ധതികൾ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ 8ാം വാർഷികത്തോടനുബന്ധിച്ച് BJP തയ്യാറാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രചരണം ഈ ആഘോഷങ്ങൾക്കൊപ്പം തന്നെ ആരംഭിക്കുകയും 2 വർഷം നീണ്ടു നിൽക്കുന്ന പ്രചരണം നടത്താനുമാണ് BJP തയ്യാറെടുക്കുന്നത്. ഇതിലൂടെ കേന്ദ്രമന്ത്രിമാർ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുക, കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് തിരിച്ചടിയേറ്റ മണ്ഡലങ്ങൾ, ബൂത്തുകൾ തലത്തിൽ തിരിച്ചറിയുകയും ആ ബൂത്തുകളുടെ ചുമതല MLA-മാർക്കും MP-മാർക്കും വിഭജിച്ച് നൽകുക തുടങ്ങിയ വിശദാംശങ്ങൾ നൽകിയത്. കോൺഗ്രസ് വിട്ടത് വിയോജിപ്പുകൾ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി വിശദമായി സംസാരിച്ച ശേഷമെന്ന് കപിൽ സിബൽ. കോൺഗ്രസ് വിട്ടത് മറ്റു പാർട്ടിയിൽ ചേരാനല്ല. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഇനി പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. KC വേണുഗോപാലിനോട് എതിർപ്പില്ല. രാജിക്കാരും G23 നേതാക്കളുമായും ചർച്ച ചെയ്തു. കോൺഗ്രസ് ആവശ്യപ്പെട്ടാൽ അവർക്ക് വേണ്ടി അഭിഭാഷകനായി ഇനിയും ഹാജരാകുമെന്നും കപിൽ സിബൽ 24നോട് പറഞ്ഞു. ഡൽഹിയിൽ ഞങ്ങളുടെ പ്രതിനിധി സുജയ പാർവതിയുമായി അദ്ദേഹം വിശദമായി സംസാരിച്ചു. ആ സംഭാഷണത്തിലേക്കാണ് ഇനി. ഉറച്ച ഒരു തീരുമാനമെടുക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിക്കാനും കഴിയുന്ന ഒരു നേതാവ് അങ്ങനെയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ കപിൽ സിബൽ. അദ്ദേഹമാണ് കോൺഗ്രസ് വിട്ട് സമാജ്വാദി പാർട്ടി ടിക്കറ്റിൽ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക നൽകി ഒരു ദിവസത്തിന് ശേഷം ചിന്തിച്ചുറപ്പിച്ച് ചില കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ പോകുന്നത്. വെൽക്കം ശ്രീ കപിൽ സിബൽ to 24. Thank you. So you have taken the decision after thinking about it for a long time. I hope so. Why do you think that I take decisions without thinking? Of course, we think about these decisions and then take them. So regarding the decision you have made, and you have already submitted your nomination papers with the support of Samajwadi Party, always thinking like you will be joining some other party and you will be going to join Samajwadi Party or something else, and you haven't. Why so? I made a public statement to that effect, that I don't and I will never. I said over my dead body I'll join the BJP. And I'll never join any other political party. And that's exactly what's happened. And I've kept my word. And it was very kind of Akhilesh Yadav and the leaders of the Samajwadi Party, including Shivpal and Azam Khan Sahab, and others, Ram Gopal Yadav ji, to give me this opportunity to be an independent candidate and supported me to be an independent voice in Parliament. As far as you are concerned, you always raise your voice. You never think about the consequences, or you never think about what will happen after you saying it openly. So you have been always setting things straight. And being a prominent lawyer in Supreme Court, your voice was not heard by the Congress party. Why so? No, that's not true at all. My voice is heard. The Congress party may not agree with it, and that's their choice. But I've always said what I believe in, true to my conscience. I've never minced my words. That's what I've been doing all my life, both in court and outside court. What you see is what you get. And you have made it very clear that there should be a change. And during the Udaipur Chintan Shiva, I was there. I was very much present there all the 3 days. And not much discussion was happening in that direction. What's happening to Congress? They are not thinking about the losses and they are not making the right choices. First of all, if I were in the Congress, I would have answered that question. But I'm not in the Congress anymore. So I'm nobody to comment upon the functioning of another party, especially a national party, which has a historic background. I'm not here to comment on the goings-on in that party, either in the Chintan Shiva or anywhere else. After the Chintan Shiva only, you submitted your papers to Congress President Sonia Gandhi, if I am right. You must have had a conversation with her during that resignation submission, right? After that, yes. After I submitted my resignation, I did have a conversation with her, yes. What was her reaction? Did she try to withdraw you from that move? It is between me and her, and I don't think that a privileged communication should be made public. We had a very wonderful conversation, and I'm grateful to her for the
graciousness with which she received me and the greatest graciousness with which we parted. And as far as you and Sonia Gandhi are concerned, you both have a close association, and Ahmad Patel also very close to you, if I am not wrong. But with Rahul Gandhi, something was missing, or a lack of communication was there, right? No. I don't think that we should talk about the past. I have no complaints against anybody. I've had a wonderful innings with the Congress Party. I cherish those innings. They have given me a lot, and I hope I have given them back a lot. So I don't think that we should talk about that and resurrect the past. I cherish those long years of my association, more than 30 years. I'll always remember them, but I need to move on and do something different, which is what I decided to do. During my childhood, I have observed your close association with Congress. That's from 1991. And now it's 31 years over, and you are making a decision at this stage. It will be difficult for any other person other than you to arrive at such a decision and to be an independent voice in Parliament too. So what's your expectation? You are going to stand as an independent, and you will be getting support from your close allies. You have friends in all the parties, if I'm not wrong. Yes, I am now an independent candidate, so there's no question of my standing. I am an independent candidate supported by the Samajwadi Party. I will raise my independent concerns, national concerns on the floor of the House. Because I think that if you're a member of a political party, you can't do that because you are tied to the court strings of that party. You are cribbed, cabined and confined, and I didn't want to be cribbed, cabined and confined, just as a lawyer in court is not cribbed, cabined and confined. It's only limited to the brief that he has. Now the entire nation is my brief, and I can talk about the concerns of my people in India. And without the constraints of being a member of a political party. That's a great opportunity which very few members of parliament ever get in their lifetime. So you were in Rajya Sabha, and later on you were elected to Lok Sabha from Chandni Chowk. So you have enjoyed both the Sabhas. So you have a clear stand on what to say and what not to say. But you were in a party, and you were bound by the rules of that party. And you are going to become an independent candidate with the support of Samajwadi Party. So will your stance be louder than earlier? Oh, absolutely, without any doubt. They'll be independent. I hope I am able to articulate the concerns of the people. I will make my position without fear or favor, and I will stand by what I've always believed in. I want my country to be united. I want my country not to be divisive. I want my country to be inclusive. I want my polity to be inclusive. I don't want any targeting of people. I don't want any discrimination on the basis of caste, creed, religion and race. I cherish the values of the Constitution, and I will fight for them. Okay, so you will be fighting against the BJP as well. So there will be gonna be a friend against BJP and the NDA government in 2024 with a view to fight for 2024 elections. What will be the stand of that friend? Will Congress be on the forefront of that friend? No idea. I have no idea what's going to happen, but I certainly, as an individual, to the extent I can, along with like-minded people across the political spectrum, I hope to take them on board, and I hope that we are able to forge a front. What would be the contours of that front? What would be the programs of that front, if at all there is a front, are matters that we will be looking at. So my question is very clear. Will Congress be a part of that front which you are going to be in? All political parties, I hope that means that the Congress is also a political party which is a national flavor and has a national footprint. Surely you can't exclude, or you think Congress is not a political party. When I say all political parties, I mean all political parties. So Congress is in, plus Kapil Sibal is in that front. So your ideologies are a little bit different now, because you want to oppose the BJP or the NTA to some more extent, right? No. My ideology is this. All opposition parties have really a common ideology, right? We all want an inclusive India, and that's been articulated by all political parties who are in the opposition. We are all opposed to the BJP. My opposition to the BJP is not a secret, and I will continue to oppose the policies of this government because I think these policies are divisive. They are not good for the future of the country.
and across the board and in all fields, their foreign policy, their domestic policies, their IT policies, their policies in telecom, in education, in social engineering, in keeping institutions in our country independent, their misuse of the ED, their misuse of income tax, their misuse of CBI. These are all concerns that I think are matters of anguish, which we, I hope, along with other political parties, will raise in the House. Okay, so raising those things against the BJP, you have to get a support, and Samajwadi Party is also there, and regarding Trinamool Congress and other parties, and particularly Aam Aadmi Party, they are gaining momentum against Congress as well. As you know, in Punjab they have taken power as well. In 2 states they are ruling. Congress is also ruling in 2 states. Will Aam Aadmi Party be a front runner in that race? I said all political parties. I hope you understand that it means all political parties. So what's your take on Aam Aadmi Party? They are gaining momentum? I have no take on any political party at the moment. I have no comments to make. We will see how we can unite everybody together on one platform. That's a matter of time, and only the future will tell. And one more question, as a political leader, you have so many fans, and after you making this decision and quitting Congress, that fan base has increased. Are you aware of that? I really don't know. Maybe. So you have so many friends in Kerala politics as well. Yes, I do. I have very, very strong bonds with Kerala. Many prominent leaders of the Congress as well as institutions in Kerala are close to me. I hope to take that relationship forward. And as far as the organizing secretary of AICC, Mr. K.C. Venugopal is concerned, he hasn't said anything against you after hearing your news of submitting your papers. Why should anybody say anything against me? You know, at heart I have always been a congressman. I believe in that ideology. And that's exactly what I have said publicly. Why should anybody be against me? I'm not against anybody. That Indian National Congress is still within you, I think so. The ideology of the Congress is within me, yes. Ideology means what all elements are in Kapil Sibal after quitting the party? The ideology, what the Congress party stood for over the years since independence. I'm wedded to that ideology. So you have left Congress, but you are not joining any political party, means you will continue with that ideology in mind, and you will be fighting as an independent candidate in Rajya Sabha. The ideology of an inclusive India is common to all political parties in opposition. So I think we'll be together on that. But Congress has deviated from that past tenure of ideological inclusiveness and all, and they are just like acting like just like BJP in Chhattisgarh at least, because during the Chintan Shivir, Chhattisgarh CM was saying like we should fight BJP by wearing the same shoes of BJP. Well, it's for the Congress to decide what they should do. It's not for me. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.